Hello everyone, welcome back. ഇന്ന് എൻ്റെ ഒരു റിലാക്സ്ഡ് ഈവനിങ് എങ്ങനെയാണെന്ന് കണ്ടാലോ? കുറേ ദിവസമായിട്ട് വയ്യാതിരിക്കായിരുന്നു. വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടുന്ന സ്കിന്നൊക്കെ ശ്രദ്ധിക്കാൻ സമയം. ഇതുകൊണ്ട് തന്നെ വീക്ക്ലി വൺസ് ഞാൻ സ്കിന്നും നെയിൽസും ലിപ്സും ഒക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡേ ചൂസ് ചെയ്യാറുണ്ട്. അധികവും ഞാൻ ഈവനിങ് ആയിരിക്കും ഇതെല്ലാം ചെയ്യുന്നുണ്ടാവുക, അതും വർക്ക് കഴിഞ്ഞിട്ട്. ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള വർക്ക് കഴിഞ്ഞിട്ട് കുറച്ച് സമയം നമുക്ക് മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു ബിസി ഡേ സ്കെഡ്യൂളൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് കുറച്ച് സമയം നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി മാത്രം കിട്ടുമ്പോൾ ഞാനത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ആ ഒരു സമയത്തായിരിക്കും ഞാൻ എൻ്റെ സ്കിന്നും നെയിൽസും ലിപ്സും ഹെയറും ഒക്കെ ശ്രദ്ധിക്കാം. റിലാക്സ് ചെയ്യാന്ന് പറയുമ്പോൾ പലവർക്കും പലതുപോലെയായിരിക്കും. എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഞാൻ കൂടുതൽ റിലാക്സ്ഡ് ആവാറ്. അത് കുറച്ച് ഡാൻസും കുറച്ച് എനിക്കിഷ്ടപ്പെട്ട മ്യൂസിക്കും ഒക്കെ കേൾക്കുമ്പോഴാണ്. ഇവിടെ ഞാൻ ഡാൻസ് കളിക്കാൻ വേണ്ടിയാണോ ഈ വീഡിയോ എടുക്കുന്നതെന്ന് എനിക്ക് തോന്നാം, പക്ഷെ അല്ല. കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരുന്നുള്ളതുകൊണ്ട് ഞാൻ പാട്ട് ഇതിലിടുന്നില്ല. പാട്ട് വേണമെങ്കിൽ നിങ്ങൾ ഗസ് ചെയ്തോളൂ. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് മാത്രമല്ല ഞാൻ എൻ്റെ സ്കിന്നിന് വേണ്ടി ചെയ്യാറ്. ഒരു പ്രോപ്പർ സ്കിൻ കെയർ വീഡിയോ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും. പിന്നെ എന്താണ് ഈ റിലാക്സ്ഡ് ഈവനിങ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാരെയും ചോദിച്ചാൽ ഞാൻ പറയും, ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ഡേ കഴിഞ്ഞ് വരുമ്പം നമ്മൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയിട്ടായിരിക്കും വീട്ടിലെത്തുണ്ടാവുക. പ്രത്യേകിച്ച് എനിക്ക് ഓഫീസിൽ പോകുന്ന ദിവസങ്ങളിലായാലും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ദിവസങ്ങളിലായാലും എൻ്റെ ഷിഫ്റ്റ് ടൈം കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ കൂടുതൽ ഞാൻ വീക്കാവുന്ന ഏതെങ്കിലും ഒരു ഡേ ആയിരിക്കും ഞാനിങ്ങനെ എൻ്റെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാം. സ്കിൻ കെയർ എപ്പോഴും ഒരു തെറാപ്പിയാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഡാൻസും അതുപോലെ തന്നെ. അപ്പോൾ ഇത് രണ്ടും കൂടി കൂടുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് റിലാക്സേഷൻ കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ പ്രഷറും ടെൻഷനും സ്ട്രെസ്സും എന്ന് ഞാൻ പറയുന്നില്ല. ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ലാത്ത ആരെയും നമുക്ക് കാണാനും പറ്റില്ല. ഈ ഒരു സമയം നമുക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുമ്പോൾ ഇതിന്ന് കുറച്ചൊരു മാറ്റം നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ലൈഫിൽ കാണാൻ പറ്റും. ഫിസിക്കൽ ഹെൽത്തിന് പല ആൾക്കാരും കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് മെൻ്റൽ ഹെൽത്തിന് ചില ആൾക്കാർ കൊടുക്കാറില്ല. ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ മെൻ്റൽ ഹെൽത്തും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഈ ബിസി ആയിട്ടുള്ള ലൈഫിൻ്റെ കൂടെ ഓടുമ്പം നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കാൻ പല ആൾക്കാരും മറന്നു പോകാറുണ്ട്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന സമയം എല്ലാം നമ്മൾ മറന്നു പോകാറുണ്ട്. എൻഡ് ഓഫ് ദി ഡേ നോക്കുമ്പം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എപ്പോഴും കുറവായിരിക്കും. ഇങ്ങനെ സംഭവിക്കാണ്ടിരിക്കാനാണ് ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് പറ്റുന്ന സമയം നോക്കിയിട്ട് ചെയ്യാറ്. എല്ലാ വീക്കിലും ഒരു ദിവസം മാത്രമാണ് ഞാൻ ഈ റൂട്ടീൻ ചെയ്യുന്നത്. പക്ഷേ ഇതുകൊണ്ട് എൻ്റെ മെൻ്റൽ ഹെൽത്ത് മാത്രമല്ല സ്ട്രോങ് ആവുന്നത്, ആ ഒരു വീക്കിലേക്ക് എനിക്ക് വേണ്ട എനർജി മൊത്തം ഞാൻ ഈ റൂട്ടീനിലൂടെ റീഗെയിൻ ചെയ്യാറുണ്ട്. പലപ്പോഴും നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ വാല്യൂ കൂടുന്നത്. ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ചെറുതാണെങ്കിലും അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എൻ്റെ ലൈഫിൽ വളരെ കൂടുതലാണ്. എല്ലാ പ്രോബ്ലംസിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. പക്ഷേ അപ്പോഴൊക്കെ സമയം നമ്മളെ കൂടെ നിൽക്കണം എന്നില്ല. നമ്മൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലും കൂടുതൽ ഞാനിനി സംസാരിച്ചാൽ നിങ്ങൾക്ക് വീഡിയോ കാണാനുള്ള എനർജി കുറയും. അതുകൊണ്ട് ഞാൻ ഇനി സംസാരിക്കുന്നില്ല. നിങ്ങൾ ലാസ്റ്റ് വരെ വീഡിയോ കാണും. എന്നിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണം.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊമൻസിലൂടെ അറിയിക്കണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.